നല്ല സിനിമയാണ്. സമൂഹത്തിന് നല്ലൊരു സന്ദേശമാണ് ഈ സിനിമ നൽകുന്നത്. കാരണം വെറും ഒരു പ്രേമത്തിൻ്റെ പേരിലായിരുന്നു അല്ല, നമ്മുടെ സമൂഹത്തിന് എന്തൊക്കെ സംഭവിക്കുന്നു നല്ല സന്ദേശം. നമ്മുടെ മോഹൻലാൽ സൂപ്പർ ഹീറോ ആണെന്ന് ഒന്നുകൂടെ തെളിയിച്ചു. പുള്ളിയുടെ ഏറ്റവും ഡെബ്യൂ ഫിലിം തന്നെ പുള്ളി കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു അമർഷം തോന്നുന്ന അല്ലെങ്കിൽ ഒരു ഭയങ്കര ദേഷ്യം തോന്നുന്ന തരത്തിലുള്ളൊരു വില്ലനായിരുന്നു. 15 വർഷത്തോളം അടുപ്പിച്ച് അതിനുശേഷം ശോഭനമായിട്ടുള്ളൊരു കൂട്ടുകെട്ടും വളരെ നല്ലപോലെ ആ കഥാപാത്രത്തിന് നീതി പുലർത്തിയിട്ടുണ്ട്. കൊള്ളാം നല്ല സിനിമ. നല്ല പടമാണ്. മോഹൻലാൽ വളരെ നല്ലപോലെ കുടുംബങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പോലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. 15 വർഷത്തോളം അടുപ്പിച്ച് അതിനുശേഷം ശോഭനമായിട്ടുള്ളൊരു കൂട്ടുകെട്ടും വളരെ നല്ലപോലെ ആ കഥാപാത്രത്തിന് നീതി പുലർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പരമാവധി ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ റോള് ചെയ്തേക്കുന്നത്. കുഴപ്പമില്ല. അടിപൊളി സിനിമ. ലാലേട്ടൻ തിരിച്ചു വന്നു വീണ്ടും. ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്. സമൂഹത്തിന് നല്ലൊരു സന്ദേശമാണ് ഈ സിനിമ നൽകുന്നത്. കാരണം വെറും ഒരു പ്രേമത്തിൻ്റെ പേരിലായിരുന്നു അല്ല, നമ്മുടെ സമൂഹത്തിന് എന്തൊക്കെ സംഭവിക്കുന്നു നല്ല സന്ദേശം. നല്ല സിനിമ. നമ്മുടെ മോഹൻലാൽ സൂപ്പർ ഹീറോ ആണെന്ന് ഒന്നുകൂടെ തെളിയിച്ചു. സൂപ്പർ. ആദ്യത്തെ സിനിമയാണെന്ന് പറയുകയില്ല. അദ്ദേഹത്തിന് നല്ലൊരു ഫ്യൂച്ചറുണ്ട്. നല്ല സിനിമയായിരുന്നു. അടിപൊളിയായിരുന്നു. വില്ല അതിനേക്കാൾ അടിപൊളിയായിരുന്നു പറയാം. വില്ല അടിപൊളിയായിരുന്നു. പുതുമുഖമായാലും അടിപൊളിയായിരുന്നു. വിചാരിക്കാത്ത വല്ല പെർഫോമൻസ് ആയിരുന്നു. ഉണ്ട്. നല്ല മെസ്സേജ് ഉണ്ട്. ആ കരഞ്ഞിറങ്ങിയതുണ്ട്. അടിപൊളി മൂവി സെറ്റ്. ലാലേട്ടൻ അടിപൊളി. പഴയ മോഹൻലാൽ തിരിച്ച് വീണ്ടും വന്നു. ലാലേട്ടൻ പിന്നെ വില്ലൻ, പുതിയ വില്ലൻ ആയോണ്ട് ചെറുതായിട്ട് കരഞ്ഞു. നന്നായിരുന്നു. മോഹൻലാലിൻ്റെ പടം നല്ല പടമായിരുന്നു. നല്ല പൊളിയായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അടിപൊളി പടമായിരുന്നു. ലാലേട്ടൻ അടിപൊളി. ഇത്രയും നാൾ ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു. അപ്പോൾ അടിപൊളി പടം. വില്ലൻ ഒരു രക്ഷയില്ല. ആക്ച്വലി പുള്ളിയുടെ ഏറ്റവും ഡെബ്യൂ ഫിലിം തന്നെ പുള്ളി കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഭയങ്കര കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു അമർഷം തോന്നുന്ന അല്ലെങ്കിൽ ഒരു ഭയങ്കര ദേഷ്യം തോന്നുന്ന തരത്തിലുള്ളൊരു വില്ലനായിരുന്നു. അപ്പോൾ അത്രയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതെ. ഇപ്പോൾ ഈ ദുരഭിമാന ഇത് സ്പോയിലറാണ്, പക്ഷെ എന്നാലും ഇത് ഭയങ്കര നല്ലൊരു തീമാണ് എടുത്തേക്കുന്നത്. പിന്നെ തരുൺ മൂർത്തി വൺ ഓഫ് ദി ബെസ്റ്റ് ഡയറക്ടേഴ്സാണ്. അപ്പം നല്ലൊരു പീസ് ഓഫ് വർക്ക് തന്നെയാണ്. മോഹൻലാലിൻ്റെ ആക്ടിങ്, പിന്നെ ഡെബ്യൂ ആയിട്ട് വന്നേക്കുന്ന പുള്ളി, പിന്നെ ബിനു പപ്പൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശോഭന, എല്ലാവരും നല്ല പടമായിരുന്നു.